അനിമോളും സാബുമാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആട്ടോ നടക്കുന്നത്. നമ്മുടെ സാബുമാൻ ചോദിക്കുകയാണ്, നീ ഇവിടെ എല്ലാവരോടും അടിയാണല്ലോ ഡി, ആരുമായിട്ടും ഇല്ലല്ലോ അടിയിടാത്തത്. അപ്പോൾ അനിമോൾ പറയണം, ഞാൻ പിന്നെ ഇവിടെ കുണുവാവേ ആവാൻ വന്നതാണോ എല്ലാവരുടെയും? ഞാൻ അടിയിടും, നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി, നമുക്ക് എന്താണോ തോന്നുന്നത് അത് മുഖത്ത് നോക്കി പറയുക, പിന്നെ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളവർ മാത്രം എന്നോട് നിന്നാൽ മതി. അങ്ങനെ ജെനുവിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്കുള്ളൂ. പിന്നെ ഒനിലിൻ്റെയും അഭിലാഷിൻ്റെയൊക്കെ പേര് പറയാം, പ്രവീണും ഉണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ അടുത്തൊന്നും അധികം പോകാറില്ലെങ്കിലും അവർക്ക് ജെനുവിനായിട്ട് എന്നോടൊരു ഇഷ്ടമുണ്ട്. പുറത്താണേ ഞാൻ എന്നോടൊന്നും മിണ്ടടാ എന്ന് പറഞ്ഞ് വരും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഞാൻ നിൻ്റെ ഒന്നും പുറകെ വരാറില്ല എന്ന് പറയുന്നുണ്ട്. നീ ഒരു നല്ല പയ്യനാണ്, നിനക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് നീ വഴക്കിട്ടിട്ട് എൻ്റെ അടുത്തൊന്ന് പോയിട്ട് നിൻ്റെ പുറകെ വന്ന് ഞാൻ നിന്നെ വിളിച്ചിരുത്തി സംസാരിച്ചത്. അപ്പോൾ ലക്ഷ്മി വന്നിരിപ്പുണ്ട്. ലക്ഷ്മി പറയാണ്, ശരിയായി, ഇവൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം, നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ നമ്മളെ ജഡ്ജ് ചെയ്യില്ല, ഇവൻ അത് മറ്റൊരാളോടും പോയി പറയത്തുമില്ല, നമ്മളെ തിരുത്താനും വരത്തില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലുള്ളൊരു ചെറുക്കനാണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സാബുമാൻ പറയാണ്, ഞാൻ ശരിക്കും മറ്റാരോടും നിങ്ങളുടെ കാര്യം കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതയുടെ ഗെയിമിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, ഈ ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി ഞാൻ അങ്ങനൊന്നും നിൻ്റെ കുറ്റങ്ങളൊന്നും ആരോടും പോയി പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുമോൾ എക്സാമ്പിൾ പറയുകയാണ്, നീ അന്ന് അക്ബറിൻ്റെ അടുത്ത് നെവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് വന്നിട്ട് ആദില നിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് അവളെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആദില പറഞ്ഞു, ഇനിയും എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞപ്പോൾ നീ അതിന് യെസ് മൂളിയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി പറയാണ്, ഞാനും ഇവനും നല്ല ഫ്രണ്ടല്ലേ, അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ലക്ഷ്മി ജയിലിൽ പോയ സമയത്ത് സാബുമാൻ പട്ടാ ഗേൾസിൻ്റെ കൂടെ ഗെയിം ലുഡോ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അപ്പോഴത്തേക്ക് അനു ചോദിച്ചാൽ ലുഡോ കളിക്കുമെന്ന്. അതെ അതെ ഐഡി, അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടായിട്ട് അവൻ നിന്നിട്ട് ഞാൻ ജയിലിൽ പോയപ്പോൾ ഇവൻ നിങ്ങളുടെ കൂടെ ലുഡോ കളിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അനു പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ലുഡോ കളിച്ചു. അപ്പോൾ മസ്താനി ചോദിക്കുന്നുണ്ട്, ലുഡോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അനു പറഞ്ഞു, ഞങ്ങൾ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി, പക്ഷേ ഇവൻ ഫുള്ള് തോക്കുമായിരുന്നു, ഇവൻ ഒരെണ്ണത്തിന് പോലും ജയിച്ചില്ല. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, പിന്നെ ഞാനത് ഒരെണ്ണത്തിന് ജയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞതാടാ. അതിനുശേഷം മസ്താനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡി ആ വീഡിയോക്കകത്ത് നിൻ്റെ ലാസ്റ്റിലൊരു ഡയലോഗ് പൊളിച്ചു, നല്ല രസമുണ്ട് ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ, ഞാൻ ഉറങ്ങാൻ പോകുവാണേ എന്ന് പറയുന്ന ഒരു മസ്താനിയുടെ ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ അത് സൂപ്പറാണെന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ വട്ടത്തെ എഡിറ്റിംഗ് ടീം എന്തായാലും സൂപ്പറാണ്, എഡിറ്റിംഗ് നന്നായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്, അവർക്കൊരു അവാർഡ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ സാബുമാൻ ഇപ്പോഴും എന്തോ ചിന്തയിലാണ്, ഈ അനുമോളെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവളുടെ ഒറിജിനൽ സ്വഭാവം ഇതുതന്നെയാണോ? സാബുമാൻ അങ്ങ് കാട് കയറി ചിന്തിക്കും കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു അനുമോളുടെ പേരിൽ എന്തൊക്കെയോ പുറത്ത് നെഗൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരന്. എന്തായാലും നമുക്ക് നോക്കാം, ലൈവിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. കൂടാതെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം.